Hi, good morning all. It's almost മൂന്നര മണിയായിട്ടുണ്ട്. Uh, and welcome to my uh, the fourth session of Reading Challenge 2500 to 2022 Reading Challenge. Welcome back. Actually, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. So I thought I'd do another session, നാലാമത്തെ session of my challenge. Okay, so here is my challenge. Report so far. ആദ്യത്തെ 3 സെഷൻ കംപ്ലീറ്റ് ചെയ്തു. സോ നാലാമത്തെ സെഷനാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ടാർഗറ്റ് 3660 രൂപയാണ് ഈ സെഷൻ്റെ ടാർഗറ്റ്. ഓക്കെ, ഞാൻ ഓൾമോസ്റ്റ് 3435 ഇപ്പോഴത്തെ കറണ്ട് ബാലൻസ്. സോ 3660 നെക്സ്റ്റ് ടാർഗറ്റ്. സോ 3435. സോ ദ കറണ്ട് 220 രൂപ ടാർഗറ്റ് എടുത്തു കഴിഞ്ഞാൽ നാലാമത്തെ സെഷൻ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. USD BDT ട്രെൻഡാണ്, നോക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് 100 ആസ് യൂഷ്വൽ. USD BDT അല്ലെങ്കിൽ USD INR നോക്കാം. USD INR GBPUD. ഓക്കെ, GBPUD നോക്കാം. സോ GBPUD നോക്കാൻ കാരണം റീസൺ ഒന്നുമില്ല. USD PKR, USD BDT, USD INR ആൻഡ് GBPUD ഇതിന് ശരിക്കും 93% റിട്ടേൺ തരുന്നുണ്ട്. അത് ഹയസ്റ്റ് റിട്ടേൺ തരുന്നത്. ബാക്കിയുള്ള 78, 81, 80% കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഹയസ്റ്റ് റിട്ടേൺ തരുന്ന കറൻസി പേഴ്സിനെ സെലക്ട് ചെയ്തത്. സോ GBPUSD ഹയർ ഹൈ ഫോം ചെയ്തു. സോ തന്നെ ഇവിടെ ഒരു ബുള്ളിഷ് കാൻഡിൽ കണ്ടതിനാണ് ഞാൻ ട്രൈ ചെയ്തത്. ഇറ്റ് സീംസ് ടു ബി എ ലോസ് ആണെന്ന് തോന്നുന്നു. സോ ഐ വിൽ go for a martingale, one shot martingale. Once again, we'll go up in 5, 4, 3, 2, 1, go. So first trade, നാലാമത്തെ സെഷൻ്റെ ഫസ്റ്റ് ട്രേഡ് നമുക്ക് ലോസ് ആണ് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് ട്രേഡ് റണ്ണിങ് ആണ്. 40 seconds remaining. Back to green. കയറുന്നില്ല. ഓക്കെ, സോ ദാറ്റ്സ് എ സക്സസ്. സോ രണ്ടാമത്തെ ട്രേഡ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിരിക്കുകയാണ്. സോ ആദ്യത്തെ 100 രൂപ രണ്ടാമത്തെ ട്രേഡിൽ നമുക്ക് റിക്കവറായി കിട്ടിയിട്ടുണ്ട്. സോ 3521 രൂപ ആയിട്ടുണ്ട് നമ്മുടെ ബാലൻസ്. നമ്മുടെ ടാർഗറ്റ് ഈസ് 660. സോ അഗെയിൻ 140 റുപ്പീസ് ഇനിയും ഫിറ്റ് ചെയ്യാനുണ്ട്. സോ ഞാനിവിടെ ഒരു അഗെയിൻ കമ്മിങ് ബാക്ക് ടു 100. ഞാനിവിടെ ഒരു ഷോർട്ട് അപ്പ് ട്രൈ ചെയ്യാണ്. ദ റീസൺ ഈസ്, സോ ഇവിടെ ഒരു ചെറിയൊരു
ഷോർട്ട് ടേം ലിക്വിഡിറ്റിയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു ഷോർട്ട് ടേം ലിക്വിഡിറ്റിയാണ് ഇവിടെ വരുന്നത്. ഗ്രാഫിൽ മുകളിൽ പോവും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ വെരി ലൈക്ക് 33 സെക്കൻഡ്സ് എടുക്കുന്നുണ്ട് തോന്നുന്നു ഈ ട്രേഡിന്. സോ അഗൈൻ അതൊരു വിന്നിങ് ആണ്. ഓക്കെ, ഒരെണ്ണം കൂടെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. യെസ്, രണ്ടാമത്തെ ട്രേഡ്. ഓക്കെ, സോ ഫസ്റ്റ് ട്രേഡ് നമുക്ക് ലോസ് ആയിരുന്നു. രണ്ടാമത്തെ ട്രേഡ് ഞാൻ മാർട്ടിക്കുള്ള ചെയ്തത്, അതുകൊണ്ട് എനിക്ക് ഡബിൾ ദ മണി ചെയ്തു. 200 ഇട്ട് എനിക്ക് റിട്ടേൺ കിട്ടി, 386 കിട്ടി. ആൻഡ് ദെൻ മൂന്നാമത്തെ ട്രേഡ് ഓഫ് കോഴ്സ് പ്രോഫിറ്റാണ് കിട്ടിയത്. ദെൻ ലാസ്റ്റ് ട്രേഡ് ഞാൻ ഇവിടെ ഒരു അപ്പ് എടുക്കാൻ കാരണം പ്രീവിയസ് ഹൈ ഇതിലോട്ട് എത്തും എന്നുള്ള പ്രതീക്ഷയാണ് എടുത്തത്. പക്ഷേ അസ്ഥാനത്തായി പോയി എന്ന് തോന്നുന്നു. ലോസാവാനുള്ള സാധ്യത. ടെസ്റ്റ് ചെയ്ത് താഴെ ഇറങ്ങിയവന് തോന്നുന്നു. should go up until this 2.076 27 or 28 വരെ ഇങ്ങനെ പോകണം. Let's see. ഇത് വിൻ ആവുകയാണെങ്കിൽ നമ്മുടെ ഫോർത്ത് സെഷൻ കംപ്ലീറ്റ് ആവും. ഓ ഷിറ്റ്, ഓ കിട്ടി. ഇത് ശരിക്കും അതായത് പ്രോഫിറ്റും ഇല്ല വിന്നും ഇല്ല എന്നുള്ള മട്ടിൽ നിൽക്കുക കേട്ടോ. എൻ്റെ സെഷൻ ക്യാൻസൽ ആയിരുന്നു. So anyway, we will go for another pair. Okay. SDPT down. Okay, I'll go down here. 38 37 candle ഓടിക്കൊണ്ടിരിക്കുകയാണ്. Up, down, up, 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 down. Let's go for down. Okay, SDPT down. ഓക്കെ, റീസൺ സിമ്പിൾ ആണ്. ഇവിടെ എനിക്ക് ലൈക്ക് മുകളിൽ പുഷ് ചെയ്യാൻ നോക്കി, സോ നടന്നില്ല, തിരിച്ചിറങ്ങി. അഗെയിൻ ട്രൈ ടു ഗോ അപ്പ് പറഞ്ഞതാണ്. 1 2 ഇൻഡിസിഷൻ കാൻഡിൽസ് ആണ്. സ്റ്റിൽ ദോസ് ആർ റെഡ് കാൻഡിൽസ്. സോ ഐ തോട്ട് ഇറ്റ് ഷുഡ് ഗോ ഡൗൺ, റൈറ്റ്? ആ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് അഗെയിൻ ഡൗൺ എടുത്തേക്കുന്നത്. ബ്രേക്ക് ചെയ്ത് ഓക്കെ, പ്രോഫിറ്റ്. ഓക്കെ, സോ 3607 രൂപയായിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് 3660 സോ ഞാൻ ഇനി ഒരു നോട്ട് ദാറ്റ് സ്ട്രോങ് പീരീഡ് നോക്കട്ടെ.
ഇത് കുറച്ച് ഏലിയനായിട്ട് എൻട്രി എടുത്തു. ഷുഡ് ഗോ അപ്പ് എന്നുള്ള രീതിക്ക് റീസൺ സിമ്പിൾ ആണ്. ഇറ്റ്സ് ലൈക്ക് ഫോമിങ് ഡൗൺ ട്രെൻഡ്, ലൈക്ക് ലോവർ ഹൈ ലോവർ ലോ ആണ്. ആൻഡ് ദെൻ ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ മാർക്കറ്റ് സ്ട്രക്ചർ ചേഞ്ച് ചെയ്തു, ഹയർ ഹൈ ഫോം ചെയ്തു, ഹയർ ലോ ആൻഡ് ഹയർ ഹൈ ഫോം ചെയ്തു. സോ ഇറ്റ് മേ കണ്ടിന്യൂ അപ്സൈഡ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു അപ്പ് എടുത്തത്. സോ no it isn't right. ഇത് ലോസ് ആവുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒരു അപ്പ് എടുക്കുന്നതായിരിക്കും വിത്ത് മാർട്ടിക്കൽ വൺ സ്റ്റെപ്പ് മാർട്ടിക്കൽസ്. സോ ഇവിടുത്തെ റീസൺ സെയിം തന്നെയാണ്. ഇറ്റ്സ് ട്രൈ ടു പുഷ് ഡൗൺവേർഡ്സ്. പക്ഷേ ഡൗൺവേർഡ് അത്ര സ്ട്രോങ് അല്ലായിരുന്നു. സോ ഐ തോട്ട് ഓഫ് ഇവിടെ നമുക്കൊരു സോറി ഒരു ഇവിടെ ശരിക്കും ഒരു ലോ ഉണ്ടായിരുന്നു. ഇത് ഈ ലോ ഉണ്ടല്ലോ, ഈ ലോ ഗ്രാബ് ചെയ്തിട്ട് തിരിച്ച് കുറച്ചൊരു പവർ. ആക്ച്വലി ഇത് ശരിക്കും നമ്മൾ നോർമൽ ട്രേഡ് ഫോറക്സ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ ലോൺ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. ബിക്കോസ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ലൈക്ക് 5 minutes or 10 minutes, 5 minutes 15 minutes ഓർ ഈവൻ 1 hour 4 hourലൊക്കെയാണ് അത്തരം വലിയ പവർഫുൾ ലിക്വിഡിറ്റീസ് ഒക്കെ ഉള്ളത്. പക്ഷേ ഇത് ബൈനറി ഓപ്ഷൻസ് ആയതുകൊണ്ട് ചെറിയൊരു 1 minute ചെറിയൊരു മൂവ്മെന്റ് കിട്ടുന്ന പ്രതീക്ഷയോടെ ഞാൻ ആ ഒരു ലിക്വിഡിറ്റി എന്നൊക്കെ പറയുന്നത്. ആക്ച്വലി ഇത് നമ്മളെ ഫോറക്സിനകത്ത് വരുമ്പോഴത്തേക്ക് ഇതൊന്നും ലിക്വിഡിറ്റി അല്ല കേട്ടോ. ഞാൻ ഈ പറയുന്ന ലോയും ഹൈസൊന്നും ലിക്വിഡിറ്റി അല്ല. എനിവേ ഈ ലോ എടുത്തിട്ട് തിരിച്ച് മേളിൽ കയറുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇവിടെ ഒരു ലോ നെക്സ്റ്റ് 1 minute അപ്പ് എടുത്തത്. ബട്ട് അത് ഗ്രാബ് ചെയ്തില്ല, അതിന് മുമ്പ് തന്നെ മേളിൽ കയറിപ്പോയി. കയറിപ്പോയിട്ടുണ്ട്. ഈ പ്രീവിയസ് ഹൈ ഉണ്ട്, ഈ ഹൈ ഫുള്ള് എടുത്തിട്ട് തിരിച്ച് ഇറങ്ങുകയും ചെയ്തു. സോ എനിവേ നമ്മുടെ 4ാമത്തെ സെഷനും സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയി. സോ അവർ കറണ്ട് ബാലൻസ് ഈസ് 3693, വേറസ് നമ്മുടെ ടാർഗറ്റ് വാസ് 3660 രൂപയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഡൺ വിത്ത് അവർ 3693. ന്യൂ ബാലൻസ് ഇസ് 3693. ഫോർത്ത് സെഷനും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും, ഇതിനകത്ത് ശരിക്കും ഇത് കോമ്പൗണ്ടിങ് ആണ് ഇവിടെ വരുന്നത്. കോമ്പൗണ്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നെക്സ്റ്റ് സെഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ ബാലൻസ്. ദിസ് വിൽ ബി കൺസിഡർ ആസ് അവർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് അതിൻ്റെ 10% ആണ് നെക്സ്റ്റ് ടാർഗറ്റ്. ഓക്കെ, സോ ആദ്യത്തെ സെഷനിൽ നമ്മുടെ ടാർഗറ്റ് വരുന്നത് 2500-ന്റെ 10% 250 രൂപ മാത്രമായിരുന്നു. ഇപ്പം കണ്ടില്ലേ, ഇപ്പം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 250 അല്ലാതെ അഗെയിൻ മോർ ദാൻ ദാറ്റ് ആണ്. അതായത് ഇപ്പം ഈ 3660-ന്റെ 3660-ന്റെ 10% എന്ന് പറയുമ്പോൾ 0.1 366 രൂപ. സോ ഇവിടെ നമ്മുടെ ഫസ്റ്റ് സെഷൻ്റെ ടാർഗറ്റ് 250 രൂപയായിരുന്നു. ദെൻ അഗെയിൻ അത് കൂടി 275 തോന്നുന്നു, 25. അതിന് കൂടി ഇപ്പം 366 നിൽക്കുകയാണ് 4ാമത്തെ സെഷൻ. അതായത് 5ാമത്തെ സെഷനിലേക്ക് നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ 360 രൂപ നമ്മുടെ ന്യൂ ടാർഗറ്റ്. സോ അങ്ങനെ ഇത് റാപ്പിഡ് ഗ്രോത്ത് ആയിരിക്കും. ലൈക്ക് ആദ്യം ഗ്രാജുവലി ഇൻക്രീസ് ആയിട്ട് പിന്നെ പെട്ടെന്ന് റാപ്പിഡ് ഗ്രോത്തിലേക്ക് മാറും. സോ ഇവിടേക്ക് എത്തുകയാണെങ്കിൽ കണ്ടോ, ലൈക്ക് 2,40,449 രൂപയുള്ള ബാലൻസ് എന്ന അടുത്ത ടാർഗറ്റ് എത്തുന്നതിന് നമുക്ക് വേണ്ടി ഓക്കെ 2,449 രൂപയുള്ള സ്ഥലത്ത് നിന്ന് അടുത്ത 10% എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 20,000 രൂപയോളം, 20,000 രൂപയാണ് ഇവിടെ
$250 ഇവിടുത്തെ നെക്സ്റ്റ് ടാർഗറ്റ് വരുന്നത്. ഒരു സെഷൻ നമ്മൾ എടുക്കുന്ന ടാർഗറ്റ് ഇവിടെ 360 എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ. സോ നമ്മുടെ സെഷൻ ലെവലപ്പ്, അതായത് ലെവലപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. സോ നെക്സ്റ്റ് ലെവൽ, ഫിഫ്ത്ത് ലെവൽ ചെയ്യുന്ന സമയത്ത് ടാർഗറ്റ് ഈസ് ലൈക്ക് $360. അങ്ങനെ ഓരോ ലെവൽ കൂടുന്തോറും നമ്മുടെ ടാർഗറ്റ് കൂടിക്കൊണ്ടിരിക്കും. സോ അന്നേരം ഞാൻ ഈ മാർട്ടിങ്കിളിനകത്ത് ചെറിയ വേരിയേഷൻസ് വരുത്തും. ലൈക്ക് 100, 200, 300 എന്ന് ചെയ്യുന്നതിന് പകരം ഞാൻ ചിലപ്പോൾ 100, 200, 300 മുതൽ 350, 400 ആക്കാം. ഓക്കെ. സോ അല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ ഇപ്പൊ തന്നെ ഈ ഇപ്പൊ ഈ സെഷനിൽ എടുത്ത ട്രേഡ് എന്ന് പറയുന്നത് ഇതല്ലായിരുന്നു, GPA ഇവിടെ നിന്ന് തുടങ്ങിയത്. ഓക്കെ. 1, 2, 3, 4, 5, 6, 7, 8 ട്രേഡ് വേണ്ടി വരുന്നു ഈ 4ാമത്തെ സെഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. സോ ഇതേ ഫോഴ്സിൽ പോവുകയാണെങ്കിൽ ഈ ഒത്തിരി ഈ ലെവലൊക്കെ എത്തുമ്പോഴത്തേനും നമുക്ക് 8 ട്രേഡ് വേണ്ടി വരത്തില്ല. ലൈക്ക് അറൗണ്ട് ഒരു 10, 20, 30 ട്രേഡോളം വേണ്ടി വരും. 30 അല്ല, അതിൽ കൂടുതൽ വേണ്ടി വരും. സോ അന്നേരം നമ്മൾ കുറച്ചുകൂടെ പെട്ടെന്ന് ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ എമൗണ്ട് കൂട്ടി വെക്കും. അല്ലെങ്കിൽ മാർട്ടിക്കൽ ലെവൽ, മാർട്ടിക്കലിൻ്റെ എമൗണ്ട്, ലൈക്ക് 1 സ്റ്റെപ്പ് മാർട്ടിക്കൽ, 2 സ്റ്റെപ്പ് മാർട്ടിക്കൽ ആണെങ്കിൽ അത് കുറച്ചുകൂടെ എമൗണ്ട് കൂട്ടി വെക്കുക. ലൈക്ക് ഡബിളിന് വരും 2.5 റേഞ്ചിനകത്ത് 3 മൾട്ടിപ്ലയറിനെ വെച്ചായിരിക്കും ചെയ്യുന്നത്. ഓക്കെ. താങ്ക് യു ഗൈസ് for watching my 4th session on my 24 lakh trading challenge. Thank you all.